ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ടെക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ്റെ യൂസ് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരുടെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ യൂസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിനെക്കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തിയാൽ ഈ ചാനൽ തയ്യാറാക്കുന്ന എല്ലാ യൂസ്ഫുള്ളായ ഇൻഫോർമേഷൻസുകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ സഹായം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്രീ ആയിട്ട് 15 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ട് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഈ ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ലഭിക്കും. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും സ്റ്റോറേജ് നടിയിൽ 15 GB സ്റ്റോറേജ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെറും 484 KB ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 15 GB വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഒരു പ്ലസ് ചിഹ്നം കാണുന്നില്ല, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ഫീച്ചേഴ്സ് കാണാം. ഫോൾഡർ, അപ്ലോഡ്, സ്കാൻ, അങ്ങനെ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്കിവിടെ ലഭ്യമാണ്. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് ആകട്ടെ, ഇമേജസ് ആകട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഫോണിലെ മെമ്മറി കാർഡോ അല്ല ഫോണോ എന്തെങ്കിലും ആയിപ്പോയാൽ നമുക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പഴയ ഫോട്ടോസ് ആകട്ടെ, ആ ഒരു ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ ഫോൺ അടിച്ചു പോകട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പെട്ടെന്നൊരു സിസ്റ്റമാണ്, അത് എന്ത് വേണമെങ്കിലും മെമ്മറി കാർഡ് അടിച്ചു പോകാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നഷ്ടപ്പെടും. ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ഈ ജിമെയിലും ഇതിൻ്റെ പാസ്വേഡും മാത്രം ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ഈ ഒരു ആപ്പിൻ്റെ യൂസ്ഫുൾ. അത് 15 GB നമുക്കിത് ഫ്രീ ആയി തരുന്നുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ GB-കൾ, അതായത് കൂടുതൽ സ്റ്റോറേജ് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. നമുക്ക് അടിയിൽ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. 100 GB-ക്ക് 130 രൂപ പെർ മന്ത്. അതിൽ 130 രൂപ കൊടുത്താൽ 100 GB കിട്ടും. 200 GB-ക്ക് 210 രൂപ. അങ്ങനെ പല റേറ്റുകളിലാണ് സ്റ്റോറേജ് നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഈ ഒരു 3 വരെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫോട്ടോ നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ നമുക്കിതെങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഓഫ്ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒന്നും നോ ഓഫ്ലൈൻ അവൈലബിൾ. ഈ ഒരു ഫോട്ടോ ഇപ്പം ഈ ഒരു 3 വരെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ. ഈ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് ഓഫ്ലൈനിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോ ഓഫ്ലൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഫോട്ടോസും വീഡിയോസുകളും ഇതേപോലെ നമുക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. എവിടെയും അതായത് ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് എങ്ങനെ അടിച്ചു പോയാൽ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഡ്രൈവിൽ ഈ ഫോട്ടോസൊക്കെ ഓൾറെഡി സേവ്ഡ് ആണ്. ഇത് എവിടെ തന്നെ പോകില്ല. നല്ലൊരു പ്രൈവസിയാണ്. ഇത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അല്ല വേറൊരു ഉഡായിപ്പ് ആപ്ലിക്കേഷനൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ആപ്പ് ആർക്കും തന്നെ യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്, ഈ ഒരു ആപ്പിൻ്റെ യൂസ്ഫുൾ എന്താണ് അറിയാത്തത് കൊണ്ടാണ് കൂടുതൽ പേരും ഇത് യൂസ് ചെയ്യാത്തത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യുക. ബൈ.